ഏകദേശം ഇൻ്റർവ്യൂവിൽ വരെയൊക്കെ വളരെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആന, കുതിര, മറ്റേ ഗ്രാഫിക്സ് എല്ലാം കൊണ്ടുപോയി നിറച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയട്ടെ, അതായത് നമ്മൾ ഈ ഗ്രാഫിക്സുകളും ഈ മറ്റേ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ടെക്നോളജി മനസ്സിലായി. റിയാലിറ്റി നഷ്ടപ്പെട്ടു ആ പടത്തിന്. ഇപ്പോൾ ചെറിയ LKG പഠിക്കുന്ന കുട്ടികളുടകം ഇത് സംഭവം ഗ്രാഫിക്സാണ്. എന്ന് പറഞ്ഞാൽ അവർ ഇതിനേക്കാൾ എന്താ പറയുക വീഡിയോ ഗെയിം കളിക്കുന്നതാണ്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വരെ പടം എങ്ങനെയൊക്കെയോ കൊണ്ട് നീക്കി. അതിനുശേഷം വില്ലൻ നമ്മുടെ ജയറാമാണ്. ജയറാമും ഒരു 10 വിട്ട ഒരു ട്രാൻസ്ജെൻഡർ പോലെയുള്ള ഒരു മകനുണ്ട്. അവനാണ് മെയിൻ വില്ലന്മാർ. അത് മറ്റൊരു അപാകതയായി പടത്തിന്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ ഇത്രയും വിജയിക്കാൻ കാരണം അതിൽ വില്ലൻ ഇല്ല, നായകൻ്റെ ഒപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനും ഉണ്ടായിരുന്നു ആ പടത്തിൽ. അതുകൊണ്ട് കാണാൻ ഒരു ഗുമ്മുണ്ടായിരുന്നു. ഇത് ആ സംഭവമില്ല. പിന്നെ ജയറാമിന് ഒരു അമാനുഷിക ശക്തി ഒക്കെ കിട്ടുന്നുണ്ട്. വില്ലത്തീം ഒരു പെണ്ണാണ്. അമാനുഷിക ശക്തിയൊക്കെ വന്നിട്ട് ക്ലൈമാക്സിൽ ഒരു യമാന്തര ഫൈറ്റ് ഉണ്ടാകുന്നൊക്കെ വിചാരിച്ചു, അതായത് വില്ലനുമായിട്ട്. പക്ഷേ ഗ്രാഫിക്സൊക്കെ ആയതുകൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് വില്ലൻ്റെ പണി കിട്ടും. ജയറാമിൻ്റെ ബിൽഡപ്പും 1 സെക്കൻഡ് കൊണ്ട് തീർക്കുകയും ചെയ്തു. പിന്നെ പതിവ് നിലവിളി, ആ മറ്റേ വൈബ് സോങ്ങില്ലേ 1-ലെ, അതേപോലെ തന്നെ ക്ലൈമാക്സിൻ്റെ ഒരു ഇത്. അപ്പോഴേക്കും ഒരുവിധം അവിടെ ഇരിക്കുന്ന ആളുകളുടെ ചെവിയൊക്കെ അടിച്ചു പോയിട്ടുണ്ടാവും, പീസ് അടിച്ചു പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പടം കഴിഞ്ഞില്ല എന്നുള്ള സമാധാനത്തിൽ എണീക്കുന്ന സമയത്താണ് വേറൊരു വിറ്റ് ടക്കുന്ന സ്ക്രീനിൽ എഴുതി കാണിച്ചു, കാന്താര 3 വരാൻ പോകുന്നു. എന്താ ചെയ്യാലേ? അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം.